വെൽക്കം ടു SSC മലയാളി പൊളിറ്റി പാർട്ട് 3 ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ കവർ ചെയ്തു. ആർട്ടിക്കിൾസിലെ പ്രധാനപ്പെട്ട വ്യക്തികളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ നിർത്തിയ ആർട്ടിക്കിൾ ആയിട്ടുള്ള 1 2 3 അതിനുശേഷമുള്ള ആർട്ടിക്കിൾ 1 to 4 മുതൽ ഇങ്ങോട്ടുള്ളത് പഠിക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനുശേഷം നമ്മൾ ഷെഡ്യൂൾസ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഷെഡ്യൂൾസ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 1 2 3 പറഞ്ഞു. ഓർഡിനൻസ്, പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം. ഓർഡിനൻസ് എന്താണ്? ഇതൊക്കെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 1 to 3 ഡിസ്കസ് ചെയ്തത്. ഇനി ആർട്ടിക്കിൾ 1 to 4 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 1 to 4 മുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആർട്ടിക്കിൾ 1 to 4 പറയുന്നത് സുപ്രീം കോർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ആദ്യത്തെ പേര് ഫെഡറൽ കോർട്ട് എന്നായിരുന്നു. ഈ ഫെഡറൽ കോർട്ട് നിലവിൽ വരുന്നത് 1935 ഡൽഹിയിലാണ് സ്ഥാപിതമായത്. ഓക്കെ, സുപ്രീം കോർട്ടിൻ്റെ ആദ്യത്തെ പേര് ഫെഡറൽ കോർട്ട് 1935 നിലവിൽ വന്നത്. ഡൽഹി ആയിരുന്നു അതിൻ്റെ ഹെഡ്. ഓക്കെ, ഫെഡറൽ കോർട്ട് എന്ന പേര് മാറ്റി സുപ്രീം കോർട്ട് എന്ന് റീനെയിം ചെയ്യുന്നത് 1950 ജനുവരി 28 1950 ജനുവരി 28 സുപ്രീം കോർട്ട് എന്ന പേരിൽ നിലവിൽ വരുന്നത്. ക്ലിയർ? സുപ്രീം കോർട്ടിൻ്റെ വേറെ വിശേഷണങ്ങളാണ് വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് എന്താണ് ചോദിക്കാറുണ്ട്. സുപ്രീം കോർട്ടാണത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജിമാർ ഉണ്ടാവും. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. ചീഫ് ജസ്റ്റിസ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അതുകൂടാതെ വേറെ ജഡ്ജിമാർ ഉണ്ടാവും. അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ആർ ഡൺ ബൈ പ്രസിഡന്റ്. പ്രസിഡന്റ് ആണ് സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ എലക്ഷൻ ഉണ്ടല്ലോ. നമുക്കറിയാം പലതരത്തിലുള്ള എലക്ഷൻ ഉണ്ട്. ഒന്ന് ലോക്കൽ ബോഡീസിലേക്കുള്ള എലക്ഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ള കുറേ തെരഞ്ഞെടുപ്പുകളുണ്ട് അല്ലേ? ഇതുകൂടാതെ പ്രസിഡന്റ് എലക്ഷൻ, വൈസ് പ്രസിഡന്റ് എലക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രസിഡന്റ് എലക്ഷനും വൈസ് പ്രസിഡന്റ് എലക്ഷനും നടക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ, ഡിസ്പ്യൂട്ടുകൾ, അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള കോർട്ടാണ് സുപ്രീം കോർട്ട്. പ്രസിഡന്റ് എലക്ഷൻ വൈസ് പ്രസിഡന്റ് എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ചെക്ക് ചെയ്യുന്ന കോടതിയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ഇലക്ഷനും, നിയമസഭ, ലോകസഭ, പഞ്ചായത്ത് ഇലക്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തർക്കങ്ങളും പോകുന്നത് എവിടത്തേക്കാണ്? ഹൈക്കോർട്ടിലേക്കാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. സുപ്രീം കോർട്ട് ഡീൽ ചെയ്യുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ആണ്. ഓക്കെ, പിന്നൊരു കാര്യം, ഇതേപോലെ തന്നെ ഡിസ്പ്യൂട്ട് വരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. മാത്രമല്ല രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും സുപ്രീം കോർട്ടാണ് ഇടപെടുക. ക്ലിയർ? അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം. റിട്ട് എന്തിനാണ് പുറപ്പെടുവിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കാൻ വേണ്ടിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആ അവകാശം സുപ്രീം കോർട്ടിന് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോർട്ടിനും അവകാശമുണ്ട്. അത് പറയുന്ന ആർട്ടിക്കിൾ 2 to 6 ആണ്. അത് നമ്മൾ ഹൈക്കോർട്ട് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നൊരു കാര്യം, സുപ്രീം കോർട്ട് ജഡ്ജായി വന്നാൽ റിട്ടയർ ആവാനുള്ള ഒരു പ്രായം ഉണ്ടല്ലോ, 65 വയസ്സാണത്. 65 വയസ്സ് വരെ സുപ്രീം കോർട്ടിൽ ജഡ്ജായി തുടരാൻ പറ്റും. 65 വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ആയിട്ട് പിൻവാങ്ങണം. ഓക്കെ, റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65. സുപ്രീം കോർട്ടിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ആരാണ്? HJ കനിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോർട്ടിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് HJ കനിയ. നിലവിലത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് NV രമണയാണ്. അത് റീസെൻ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആളാണ്.
21 ഏപ്രിൽ നിയോഗിക്കപ്പെട്ട ആളാണ് NV രമണ എന്ന് പറയുന്നത്. 48ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ഇത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 48ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണയാണ്, ഓർത്ത് വെക്കുക. പിന്നെ ഫാത്തിമ ബീവി യുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ സുപ്രീം കോർട്ട് ജഡ്ജായിട്ടുള്ള വനിത, ഫസ്റ്റ് വുമൺ സുപ്രീം കോർട്ട് ജഡ്ജ് ആണ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ് പറയാനുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾസ് ആണ്, സുപ്രീം കോർട്ടിന്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 140 എന്ന് പറയുന്നത് ആൻസിലറി പവർ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ ഒരു പ്രത്യേകതരം പവറാണത്, ആൻസിലറി പവർ എന്ന് പറയുന്നത്. പവർ ടു ലെജിസ്ലേറ്റ് ഓൺ സം മാറ്റേഴ്സ്, ലെജിസ്ലേറ്റീവ് പരമായിട്ടുള്ള പവറാണത്, ആൻസിലറി പവർ. ആർട്ടിക്കിൾ 140 അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ചോദിച്ച ഒരു ആർട്ടിക്കിളാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ആൻസിലറി പവർ ഓഫ് സുപ്രീം കോർട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 140. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 141 ആണ്. ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ടു ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ്. സുപ്രീം കോർട്ട് ഡിക്ലെയർ ചെയ്ത നിയമം ബാക്കി എല്ലാ കീഴ്ക്കോടതികൾക്കും ബാധകമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 141. ആർട്ടിക്കിൾ 141 പറയുന്നത് ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ടു ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 144 അതും ചോദിച്ചതാണ്. സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ടു ആക്ട് ഇൻ എയ്ഡ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ സഹായത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സിവിൽ ആൻഡ് ജുഡീഷ്യറി അതോറിറ്റീസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 144. അപ്പോൾ ആർട്ടിക്കിൾ 144 പറയുന്നത് എന്താണ്? സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ടു ആക്ട് എന്തിനു വേണ്ടി? ഇൻ എയ്ഡ് ഓഫ് ദ സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിനെ സഹായിക്കാൻ വേണ്ടി. ക്ലിയർ? അതാണ് ആർട്ടിക്കിൾ 144 പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ആർട്ടിക്കിൾസും ഫാക്ട്സും. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തതെന്ന് ഒന്നുകൂടെ നോക്കാം. സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124 എന്ന് പറയുന്നത്. ദർ ഷാൽ ബി സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ 124. സുപ്രീം കോർട്ടിന്റെ ആദ്യകാല പേര് ഫെഡറൽ കോർട്ട് എന്നായിരുന്നു. 1935 ഡൽഹിയിലാണ് ഈ ഫെഡറൽ കോർട്ട് രൂപീകൃതമാകുന്നത്. പിന്നെ 1950 ജനുവരി 28 ആയപ്പോൾ ഫെഡറൽ കോർട്ടിന്റെ പേര് റീനെയിം ചെയ്തു സുപ്രീം കോർട്ട് എന്നാക്കി മാറ്റി. 1950 ജനുവരി 28. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സുപ്രീം കോർട്ടാണത് വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജിമാരെ നിയോഗിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. പ്രസിഡന്റ് ആണത്. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജിമാരെ നിയോഗിക്കുന്നത് പ്രസിഡന്റ് ആണ്. പിന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി സംബന്ധിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ഡീൽ ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നതും ഒരു സംസ്ഥാനവും യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നങ്ങളും ഡീൽ ചെയ്യുന്നതൊക്കെ സുപ്രീം കോർട്ടാണ്. ഇതാണ് അടുത്ത പോയിന്റ്. പിന്നെ പറഞ്ഞത് സുപ്രീം കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞു. സുപ്രീം കോർട്ട് ജഡ്ജിയുടെ റിട്ടയർമെന്റ് ഏജ് ആണ് 65. ആദ്യത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ് HJ കനിയ. നിലവിലത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ് NV രമണ. ഇദ്ദേഹം 48ാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ്. ആദ്യമായി സുപ്രീം കോർട്ട് ജഡ്ജായ വനിതയാണ് ഫാത്തിമ ബീവി. പിന്നെ പറഞ്ഞുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 140 ആൻസിലറി പവർ ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിന്റെ ആൻസിലറി പവർ. ആർട്ടിക്കിൾ 141 law declared by Supreme Court to be binding on all courts. സുപ്രീം കോർട്ട് ഡിക്ലെയർ ചെയ്ത നിയമം എല്ലാ കീഴ്ക്കോടതികൾക്കും ബാധകമാണ്. ആർട്ടിക്കിൾ 144 സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ടു ആക്ട് ഇൻ എയ്ഡ് ഓഫ് സുപ്രീം കോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സുപ്രീം കോർട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ ഹൈക്കോർട്ടും കൂടി പറഞ്ഞതിന് ശേഷം അതിനിടയിലുള്ള ആർട്ടിക്കിളൊക്കെ നമുക്ക് നോക്കാം.
നമ്മൾ ഹൈക്കോർട്ടിനെ പറയുന്നു. ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. നോക്കുക, സുപ്രീം കോർട്ടിന്റെ ആർട്ടിക്കിൾ പറഞ്ഞു 124 ആണ്, ഹൈക്കോർട്ടിന്റെ ആർട്ടിക്കിൾ 214. ഇത് രണ്ടും പരസ്പരം ചേഞ്ച് ചെയ്താൽ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ആയി കിട്ടും. ഓക്കെ, ഒന്നോർത്താൽ തന്നെ നമുക്ക് മറ്റേതും കിട്ടും. ക്ലിയർ? ഹൈക്കോർട്ടിന്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. ഇനി പറയുന്നു ഹൈക്കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോർട്ടിന്റെ റിട്ടുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പിന്നെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. വ്യത്യസ്ത എലക്ഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്ഷൻ, ലോകസഭാ എലക്ഷൻ, പഞ്ചായത്ത് എലക്ഷൻ, ഇതുപോലുള്ള എല്ലാ എലക്ഷനും തമ്മിലുള്ള ഡിസ്പ്യൂട്ടും തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് പോകുന്നത് എവിടത്തേക്കാണ്? ഹൈക്കോർട്ടിലേക്കാണ് എന്ന് ഓർക്കുക. ഹൈക്കോർട്ടിലെ ജഡ്ജിമാർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോർട്ടിലെ ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 62 ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സുപ്രീം കോർട്ട് ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ് 65 ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഹൈക്കോർട്ട് ജഡ്ജ് ആയപ്പോൾ അത് 62 മാറി. പിന്നെ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ആകെ ഹൈക്കോർട്ടുകളുടെ എണ്ണമാണ് 25 എന്ന് പറയുന്നത്. ഈ 25 ഹൈക്കോർട്ടിൽ ഏറ്റവും വലിയ ഹൈക്കോർട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഹൈക്കോർട്ടാണ്, ലാർജസ്റ്റ് ജുറിസ്ഡിക്ഷനുള്ള ഹൈക്കോർട്ടാണ് ഗുവാഹത്തി ഹൈക്കോർട്ട്. 4 സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളാണ് ഈ ഹൈക്കോർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ലക്ഷദ്വീപ് എന്ന കേന്ദ്രഭരണ പ്രദേശമുണ്ടല്ലോ, അവരുടെ ഹൈക്കോർട്ട് എവിടെയാണുള്ളത്? അവരുടെ ഹൈക്കോർട്ടും കേരളത്തിൻ്റെ ഹൈക്കോർട്ടും സെയിം ആണ്. എറണാകുളത്താണ് ആ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപും കേരളയും. പിന്നെയുള്ളത് അതേപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, ഇവർ രണ്ടുപേരുടെയും ഹൈക്കോർട്ട് എവിടെയാണുള്ളത്? കൊൽക്കത്തയിലാണ്. ഈ ഒരു പോയിന്റും കൂടി ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ലക്ഷദ്വീപ് കേരള ഹൈക്കോർട്ട് എറണാകുളത്ത്, ആൻഡമാൻ നിക്കോബാർ വെസ്റ്റ് ബംഗാൾ ഹൈക്കോർട്ട് കൊൽക്കത്ത. ക്ലിയർ? പിന്നെ പറയാനുള്ളത് ഫസ്റ്റ് വുമൺ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ വുമൺ ആണ് ലീല സേത്ത് എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് ജഡ്ജ് ആയിട്ടുള്ള ആദ്യ വുമൺ ആയിരുന്നു പറഞ്ഞത് ഫാത്തിമ ബീവി. ഇത് ഹൈക്കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ലീല സേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയുന്നു, ആർട്ടിക്കിൾ 214 ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. എലക്ഷൻ്റെ ഡിസ്പ്യൂട്ട്, പ്രത്യേകിച്ച് ലോകസഭ എലക്ഷൻ, നിയമസഭാ എലക്ഷൻ, പഞ്ചായത്ത് എലക്ഷൻ, ഇതുപോലുള്ള എല്ലാ എലക്ഷൻ്റെയും ഡിസ്പ്യൂട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും പോകുന്നത് ഹൈക്കോർട്ടിലേക്കാണ്. ഹൈക്കോർട്ട് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 62 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ എത്രയാണ്? 25 ആണ്. ലാർജസ്റ്റ് ജുറിസ്ഡിക്ഷൻ വരുന്ന ഹൈക്കോർട്ടാണ് ഗുവാഹത്തി ഹൈക്കോർട്ട്. 4 സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളാണത്. ഫസ്റ്റ് വുമൺ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ലീല സേത്താണ്. ഓക്കെ, പിന്നെ പറഞ്ഞത് ലക്ഷദ്വീപിൻ്റെയും കേരളത്തിൻ്റെയും ഹൈക്കോർട്ട് എറണാകുളത്താണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെയും വെസ്റ്റ് ബംഗാളിൻ്റെയും കോമൺ ആയിട്ടുള്ള ഹൈക്കോർട്ട് കൊൽക്കത്തയിലാണ്. ഓക്കെ, ഇനി നമ്മൾ അതിനിടയിൽ വിട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് കൂടി പറയുന്നു. സുപ്രീം കോർട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആർട്ടിക്കിളാണ്. അത് നമ്മൾ മിസ്സാക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് പോയത്, ഹൈക്കോർട്ടിലേക്ക് പോയത്. അപ്പോൾ ആ മിസ്സായിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ കൂടി നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ മിസ്സായിട്ടുള്ളൂ. ആർട്ടിക്കിൾ 148 എന്ന് പറയും. ആർട്ടിക്കിൾ 148 എന്താണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 148 കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്, അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ നോക്കാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ controls the entire financial system of the union as well as states. യൂണിയൻ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ.
സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും ഫിനാൻഷ്യൽ സിസ്റ്റം മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ആൾ. ക്ലിയർ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് ആണ് CAG-യെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ ചുരുക്കി പറയാം CAG എന്ന് പറയാം. CAG-യെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. CAG അല്ല, CAG. ഓക്കെ. ഇനി CAG-യുടെ ടേം ഓഫ് ദ ഓഫീസ് എന്ന് പറയുന്നത് 6 വർഷമാണ്. 6 വർഷമാണ് CAG ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്താൽ ആ ഓഫീസിൽ ഉണ്ടാവുക. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ട് ഓൺ ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ആൻഡ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് ഈച്ച് യൂണിയൻ ടെറിട്ടറീസ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ യൂണിയൻ ടെറിട്ടറിൻ്റെയും കൺസോളിഡേറ്റഡ് ഫണ്ടും കണ്ടിൻജൻസി ഫണ്ടും ഏതൊക്കെ രീതിയിലാണ് എക്സ്പെൻഡിച്ചർ നടത്തിയിട്ടുള്ളത്, ചിലവാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ് ചെയ്യുക, എന്നിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക. അതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ട് ഓൺ ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് ഈച്ച് യൂണിയൻ ടെറിട്ടറീസ്. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചീഫ് അക്കൗണ്ട്, അതായത് ടാക്സ്, റവന്യൂ, ഇൻകം ടാക്സ് ഇതുവഴിയുള്ള കിട്ടുന്ന മൊത്തത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് കിട്ടുന്ന കളക്ട് ചെയ്യുന്ന ടാക്സ്, ഇന്ത്യ ഗവൺമെൻറ്റും ഈച്ച് സ്റ്റേറ്റും ഈച്ച് യൂണിയൻ ടെറിട്ടറീസിനും കിട്ടുന്ന ടാക്സ് വരുമാനങ്ങൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എല്ലാ ആൾക്കാർക്കും, അതായത് ഹൈക്കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവർ തുടങ്ങിയ എല്ലാവർക്കും സാലറി കൊടുക്കുന്നതൊക്കെ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. കണ്ടിൻജൻസി ഫണ്ട് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹസാർഡ് നമ്മളെ രാജ്യത്ത് ഉണ്ടാകുന്നു, പെട്ടെന്ന് എന്താ പറയുക, ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, അപ്പോൾ നമ്മൾ ആ സമയത്ത് ചിലവാക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്. അൺഫോർസീൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ച ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യലാണ് പ്രധാനമായിട്ടുള്ള CAG-യുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് CAG-യുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒന്ന് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 243A ആണ്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ടെങ്കിൽ കൂടി ഈ ഒരു ആർട്ടിക്കിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയണം. ആർട്ടിക്കിൾ 243A ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഗ്രാമസഭ എന്ന് വെച്ചാൽ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഒരു, അതിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന, പ്രമുഖ വ്യക്തികളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ആ പഞ്ചായത്തിൽ നടത്തേണ്ട ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പരിപാടി ഗ്രാമസഭ എല്ലാ വർഷവും നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലൊക്കെ പഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഗ്രാമസഭയുണ്ട്, ഇന്നേ ദിവസമാണ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറി കിട്ടിയതൊക്കെ ആയിട്ട് കുറി കിട്ടാറുണ്ട്. അപ്പോൾ അതാണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 243A. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്താണെന്നൂടെ നോക്കാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് 148. പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ട് ഓൺ ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് ഈച്ച് യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ. CAG-യെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. CAG-യുടെ ടേം ഓഫ് ദ ഓഫീസ് എന്ന് പറയുന്നത് 6 വർഷമാണ്. CAG കൺട്രോൾസ് എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദ യൂണിയൻ ആസ് വെൽ ആസ് സ്റ്റേറ്റ്സ്. ഓക്കെ. പിന്നെ പറഞ്ഞത് ആർട്ടിക്കിൾ 243A ആണ്, ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് കമ്മീഷൻസും, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിയോഗിച്ചിട്ടുള്ള കമ്മീഷൻസും കാര്യങ്ങളൊക്കെ. അതിൽ ആദ്യം പറയുന്നത് ആർട്ടിക്കിൾ 280 വരുന്ന ഫിനാൻസ് കമ്മീഷനാണ്. നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞു, പിന്നെ ഹൈക്കോർട്ടിൻ്റെ ആർട്ടിക്കിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെ ശേഷം വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നമ്പറാണ് ആർട്ടിക്കിൾ 280 എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1960
1951 ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഫിനാൻസ് കമ്മീഷനിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവും. ആ മെമ്പേഴ്സിനെ എലക്ട് ചെയ്തത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ് ഫിനാൻസ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഈ മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. ഫിനാൻസ് കമ്മീഷനിലെ മെമ്പേഴ്സിന്റെ കാലാവധി 5 വർഷമായിരിക്കും. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്, ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയാം. ആരാണ്? KC നിയോഗിയാണ്. നിലവിലത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് നിലവിലുള്ളത്. അതിന്റെ ചെയർമാൻ NK സിംഗ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസ് കമ്മീഷനായിട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത കമ്മീഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 315 വരുന്ന UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, UPSC, PSC ഇതുപോലുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ബ്യൂറോക്രാറ്റ്സിനെ നിയമിക്കുന്ന കമ്മീഷൻ, ഇതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 315 പറയുന്നത്. 315 UPSCയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. 1926 ലീ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 315 UPSC എന്ന് പറയുന്ന ആശയം വരുന്നത്. UPSCയിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവും ഈ കമ്മീഷനിലും. ആ കമ്മീഷനിലെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ് UPSC കമ്മീഷനിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. UPSC കമ്മീഷനിലെ മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. നേരത്തെ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞത് 5 വർഷമായിരുന്നു. ഇത് 6 വർഷമാണ്. നോട്ട് ചെയ്യുക. ആദ്യത്തെ UPSC ചെയർമാൻ എന്നറിയപ്പെടുന്നത് PK ജോഷിയാണ്. PK ജോഷി. നിലവിലത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് PK ജോഷിയാണ്. ആദ്യത്തെ ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തിയില്ല. നിലവിലത്തെ UPSC ചെയർമാൻ എന്നറിയപ്പെടുന്നത് PK ജോഷിയാണ്. ഓക്കെ, ഇത്രയാണ് UPSC കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി നോക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് ആർട്ടിക്കിൾ 324 ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. 1950 ജനുവരി 25 ഈ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. 1950 ജനുവരി 25. ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്, അല്ലെങ്കിൽ 65 വയസ്സ്. 65 വയസ്സ് ആദ്യമായാൽ അപ്പോൾ വിരമിക്കണം. ഓക്കെ, 6 വർഷമാണ് കാലാവധി എന്നറിയപ്പെടുന്നത്. പിന്നെ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. നോക്കുക, ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ വരുന്ന ഭാഗമാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അതിൽ 324 ഇപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ കൂടിയുണ്ട്, ആർട്ടിക്കിൾ 326. അതാണെന്ത്? യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 326 യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഓക്കെ, ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നിലവിലത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നറിയപ്പെടുന്നത് സുശീൽ ചന്ദ്രയാണ്. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ, നിലവിലത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്ര. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കമ്മീഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനിയും കമ്മീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ 3 എണ്ണമാണ് കാര്യമായിട്ട് അറിയേണ്ടതുള്ളത്. ഇനി ഈ ബാക്കിയുള്ള കുറച്ച് ആർട്ടിക്കിൾ കൂടി, ആ ആർട്ടിക്കിളിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 326 ശേഷം പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 330 എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് റിസർവേഷൻ ഫോർ SC ST ഇൻ ലോകസഭ. ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 330 മുതൽ ആർട്ടിക്കിൾ 342 വരെയുള്ളതാണ് എന്തൊക്കെ? ബാക്ക്വേർഡ് ക്ലാസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ SC വരും, ST വരും, OBC വരും. ഇതുപോലുള്ള റിസർവേഷൻ കിട്ടുന്ന കമ്മ്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 330 മുതൽ 342 വരെയുള്ളത്. 330 പറയുന്നത്
റിസർവേഷൻ ഫോർ SC/ST ഇൻ ലോകസഭ. ലോകസഭയിലെ SC/ST ഇത്ര സീറ്റ് SC/STക്ക് വേണ്ടിയിട്ട് നിയോഗിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 330, റിസർവേഷൻ ഫോർ SC/ST ഇൻ ലോകസഭ. പിന്നെ വരുന്ന ആർട്ടിക്കിൾ 331. അത് പറയുന്നത് മെമ്പേഴ്സ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബി നോമിനേറ്റഡ് ടു ലോകസഭ ബൈ പ്രസിഡന്റ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിനെ ലോകസഭയിലേക്ക്, ഞാൻ പറഞ്ഞു 2 മെമ്പേഴ്സിനെ ലോകസഭയിലേക്ക് പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ 2 മെമ്പേഴ്സും ആംഗ്ലോ ഇന്ത്യൻസ് ആയിരിക്കും. ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് വെച്ചാൽ ബ്രിട്ടനിൽ ജനിച്ച് ഇന്ത്യയിൽ കുറെ കാലമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ആംഗ്ലോ ഇന്ത്യൻസ്. സോ ഈ 2 മെമ്പേഴ്സിനെ, 2 ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരെ പ്രസിഡന്റിന് ലോകസഭയിലേക്ക് നിയോഗിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 331. മെമ്പേഴ്സ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബി നോമിനേറ്റഡ് ടു ലോകസഭ ബൈ പ്രസിഡന്റ്. പിന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 332 എന്ന് പറയുന്നത്. അത് പറയുന്നത് എന്താണ്? റിസർവേഷൻ ഫോർ SC/ST ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. SC/ST പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എന്താ പറയുക, റിസർവേഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. റിസർവേഷൻ ഫോർ SC/ST ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് നിയമസഭ. നിയമസഭയിൽ SC/STയുടെ ഇത്ര സീറ്റ് ഉണ്ടാവണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിളാണത്. ആർട്ടിക്കിൾ 332. ശ്രദ്ധിക്കുക, 330ഉം 332ഉം അതിനിടയിൽ ഒരു 331 കൂടി വന്നിട്ടുണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, 330 റിസർവേഷൻ ഓഫ് SC/ST ഇൻ ലോകസഭ, 332 റിസർവേഷൻ ഓഫ് SC/ST ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി, 331 പറഞ്ഞത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിനെ നോമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് 338 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 338 SC കമ്മീഷൻ, പട്ടികജാതി കമ്മീഷനാണ്. ആർട്ടിക്കിൾ 338 എന്ന് പറയുന്നത് പട്ടികജാതി കമ്മീഷൻ, ആർട്ടിക്കിൾ 338. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 338A പട്ടികവർഗ കമ്മീഷൻ, ST കമ്മീഷൻ. ആർട്ടിക്കിൾ 338A ST കമ്മീഷൻ. ആർട്ടിക്കിൾ 338B OBC കമ്മീഷൻ. ഇത് പുതിയതായിട്ട് വന്ന ഒരു കമ്മീഷനാണ് OBC കമ്മീഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 338B OBC കമ്മീഷൻ. ഇത് നിലവിൽ വന്നത് 102ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ്. അത് അമെൻമെന്റ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റീസെന്റ് ആയിട്ട് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അത്. ആർട്ടിക്കിൾ 338B OBC കമ്മീഷൻ, NCBC കമ്മീഷൻ എന്നും പറയും. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, അതാണ് അതിന്റെ ഫുൾ ഫോം. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇത്രയും കാര്യം നേരം പറഞ്ഞ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ആദ്യം പറഞ്ഞത് ഫിനാൻസ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 280ലാണ്. ഫിനാൻസ് കമ്മീഷൻ രൂപീകൃതമാകുന്നത് 1951ലാണ്. ഫിനാൻസ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ഫിനാൻസ് കമ്മീഷനിലെ മെമ്പേഴ്സിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു KC നിയോഗി. നിലവിലത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. ഇത് 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആണ് എന്നുകൂടി ഓർക്കുക. പിന്നെ പറഞ്ഞത് ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 എന്തായിരുന്നു? UPSCയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 315 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. 1926 ലീ കമ്മീഷൻ പ്രകാരമാണ് ഈ ഒരു UPSC രൂപീകൃതമായത്. സെലക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് UPSCയിലെ മെമ്പേഴ്സിനെ. UPSCയുടെ മെമ്പേഴ്സിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 6 വർഷമാണ്. നിലവിലത്തെ UPSC ചെയർമാനാണ് PK ജോഷി. ശ്രദ്ധിക്കുക, നിലവിലത്തെ UPSC ചെയർമാനാണ് PK ജോഷി. പിന്നെ പറഞ്ഞത് ആർട്ടിക്കിൾ 326 ആണ്. 326 പറയുന്നത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്, അല്ലെങ്കിൽ 65 വയസ്സ്. പിന്നെ ആർട്ടിക്കിൾ 326 പറഞ്ഞു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്.
ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നറിയപ്പെടുന്നത് സുകുമാർ സെൻ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. പിന്നെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 330 റിസർവേഷൻ ഫോർ SC/ST ഇൻ ലോകസഭയിലേക്കുള്ള റിസർവേഷൻ. ആർട്ടിക്കിൾ 331 മെമ്പേഴ്സ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബി നോമിനേറ്റഡ് ടു ലോകസഭ ബൈ പ്രസിഡന്റ്. ആർട്ടിക്കിൾ 332 റിസർവേഷൻ ഫോർ SC/ST ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആർട്ടിക്കിൾ 338 SC കമ്മീഷൻ. ആർട്ടിക്കിൾ 338A ST കമ്മീഷൻ. 1338B OBC കമ്മീഷൻ അഥവാ NCBC. ഓക്കെ, ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾ കൂടി നമുക്ക് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാതെ വിട്ടിട്ടുള്ള പാർട്ട് എന്ന് പറയുന്ന ആ സെക്ഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആർട്ടിക്കിൾ 352 പറയുന്നത് നാഷണൽ എമർജൻസി ആണ്. ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ 3 തവണയാണ് നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ആദ്യത്തെ രണ്ടും വാറുമായി ബന്ധപ്പെട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യ ചൈന വാറും ഇന്ത്യ പാക് വാറും. ചോദിക്കാറുള്ളത് മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ്. മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1975 ജൂൺ 25-നാണ്. ഡേറ്റും കൂടി ഓർമ്മിച്ച് വെച്ചേക്കുക. 1975 ജൂൺ 25. അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, അത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ്. 1975 ജൂൺ 25-നാണ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ആർട്ടിക്കിൾ 356 ആണ്. 356 ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി ആണ്, സംസ്ഥാന അടിയന്തരാവസ്ഥ. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രസിഡന്റ് റൂൾ എന്നും പറയാറുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് റൂളാണ് ഉണ്ടാവുക. പ്രസിഡന്റ് റൂൾ എന്നും പറയാറുണ്ട്. സാധാരണയായിട്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി തകരാറിലാകുന്ന സമയത്താണ്. ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് സംസ്ഥാന അടിയന്തരാവസ്ഥ സാധാരണയായിട്ട് പ്രഖ്യാപിക്കാറുള്ളത്. ഗവർണറാണ് ഇങ്ങനെ സംസ്ഥാനത്ത് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പ്രസിഡന്റിനെ അറിയിക്കുക. അപ്പം അതുവഴി പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അങ്ങനെ സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാന അടിയന്തരാവസ്ഥ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. പിന്നെയുള്ളതാണ് ഫിനാൻഷ്യൽ എമർജൻസി, ആർട്ടിക്കിൾ 360. ഫിനാൻഷ്യൽ എമർജൻസി ഇതുവരെ നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 360-ലാണ് ഫിനാൻഷ്യൽ എമർജൻസി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 പറയുന്നത് അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുമായി ബന്ധപ്പെട്ട, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന തിരുത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 368 പറയുന്നത്. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 370 ആണ്. ഇതിപ്പോഴില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആർട്ടിക്കിൾ 370 ആണല്ലോ ഈയിടെ അമെൻഡ് ചെയ്തത്. അപ്പം ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ പ്രൊവിഷൻ ആയിരുന്നു. അത് ഇപ്പോൾ അമെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗോപാലസ്വാമി അയ്യങ്കാർ ആയിരുന്നു ഈ ഒരു ആർട്ടിക്കിള് ഡ്രാഫ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത്. ഗോപാലസ്വാമി അയ്യങ്കാർ, ഇതും റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ്. അത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്ന സമയത്ത് ചോദിച്ചതായിരിക്കാം റീസെന്റ്. അപ്പോൾ അതുകൊണ്ട് ആ പേരും കൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഗോപാലസ്വാമി അയ്യങ്കാർ ഡ്രാഫ്റ്റ് ചെയ്തതാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ആർട്ടിക്കിളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മൾ പഠിക്കേണ്ടതുള്ളത്. ഒരുവിധം എല്ലാ ആർട്ടിക്കിൾസും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും കവർ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് പറയാം. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി ആണ്. 3 തവണയാണ് നാഷണൽ എമർജൻസി ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നത്. 1962-ലും 71-ലും 75-ലും. ആദ്യത്തെ 2 എണ്ണം
യുദ്ധവുമായി ബന്ധപ്പെട്ടായിരുന്നു. മൂന്നാമത്തെ എമർജൻസി ഇന്റേണൽ ഡിസ്റ്റർബൻസുമായി ബന്ധപ്പെട്ടാണ് 1975 ജൂൺ 25-ന്. ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ്. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 356 ആണ്. 356 സ്റ്റേറ്റ് എമർജൻസി ആണ്. പ്രസിഡന്റ് റൂൾ എന്നും പറയാറുണ്ട് ഇതിനെ. സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കാറ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ആണ്. ആർട്ടിക്കിൾ 360 പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ആണ്, ഇതുവരെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ആർട്ടിക്കിൾ 368 അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ആർട്ടിക്കിൾ 370 ഡ്രാഫ്റ്റ് ചെയ്തത് ഗോപാലസ്വാമി അയ്യങ്കാർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിളിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പാർട്ടുകളിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ആദ്യത്തെ 5 പാർട്ടുകൾ നമ്മൾ പറഞ്ഞതാണ്. ആദ്യത്തേത് എന്തായിരുന്നു? യൂണിയൻ ആയിരുന്നു. യൂണിയനുമായി ബന്ധപ്പെട്ടത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടത്. മൂന്നാമത്തെ പാർട്ടായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ്. നാലാമത്തെ പാർട്ടായിരുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. 4A ആയിരുന്നു എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 5-ാമത്തെ പാർട്ടായിരുന്നു എന്ത്? യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പാർട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്കി പാർട്ട് കൂടെ പറയാം. 6-ാമത്തെ പാർട്ടാണ് സ്റ്റേറ്റ്സ്. 7 വേണ്ട, 8-ാമത്തെ പാർട്ടാണ് യൂണിയൻ ടെറിട്ടറീസ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പാർട്ടാണ് പാർട്ട് 9 എന്ന് പറയുന്നത് ദ പഞ്ചായത്ത്. അതേപോലെ തന്നെ പാർട്ട് 9A മുനിസിപ്പാലിറ്റി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാർട്ട് 9ഉം പാർട്ട് 9Aയും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും അറിയില്ലെങ്കിൽ കൂടി പാർട്ട് 9ഉം പാർട്ട് 9Aയും നിർബന്ധമായിട്ട് പഠിക്കണം. പാർട്ട് 9 പഞ്ചായത്തും പാർട്ട് 9A മുനിസിപ്പാലിറ്റിയും. പാർട്ട് 11 വരുന്നത് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടാണ് പാർട്ട് 11 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. എത്ര മുതൽ എത്ര വരെയുള്ള ആർട്ടിക്കിളാണ് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബുക്ക് നോക്കിയപ്പോൾ, ലൂസൻ്റെ ബുക്ക് നോക്കിയപ്പോൾ കണ്ടത് ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയാണ് റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്ന് കണ്ടത്. പക്ഷേ എക്സാമിൻ്റെ ആൻസർ കീയിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായുള്ളൂ, 245 തുടങ്ങുന്നത്. 245 മുതൽ 255 വരെയാണ് അത് പറഞ്ഞത്. സോ ഓപ്ഷൻ ഏതാണോ ഉള്ളത് അത് അനുസരിച്ച് ചെയ്യുക. ആർട്ടിക്കിൾ 245 മുതലാണ് ഈ ഒരു പാർട്ട് തുടങ്ങുന്നത് എന്ന് ഓർക്കുക. റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ഓക്കെ, ഈ ഒരു നമ്പറെങ്കിലും 245 എന്ന നമ്പറെങ്കിലും ഓർത്ത് വെക്കുക. പിന്നത്തെ പ്രധാനപ്പെട്ട പാർട്ടാണ് പാർട്ട് 15 എന്ന് പറയുന്നത്. പാർട്ട് 15-ലാണ് എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 326 മുതൽ 329 വരെ. 324 മുതൽ 329 വരെ. 324 പറഞ്ഞു എലക്ഷൻ കമ്മീഷൻ, 326 പറഞ്ഞു അഡൽട്ട് വോട്ട് ഫ്രാഞ്ചൈസ്. ആ 2 ആർട്ടിക്കിളും ഇതിലുള്ള ഈ പാർട്ടിൽ വരുന്നതാണ് പ്രധാനപ്പെട്ടത്. പാർട്ട് 15 എലക്ഷനുമായി ബന്ധപ്പെട്ടത്. പിന്നെ വരുന്നത് പാർട്ട് 16 സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സർട്ടൻ ക്ലാസസ്. അതിൽ വരുന്നതാണ് SC കമ്മീഷൻ, ST കമ്മീഷൻ, OBC കമ്മീഷൻ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതും സീറ്റ് അലോക്കേഷൻ മൊത്തം വരുന്നത് ആർട്ടിക്കിൾസ് ആണിത്. ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സർട്ടൻ ക്ലാസസ്. അതും കൂടി പഠിച്ചു വെച്ചേക്കുക. പിന്നെയുള്ളതാണ് പാർട്ട് 17. പാർട്ട് 17 എന്താണ് പറയുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പാർട്ടാണത്. പിന്നെയുള്ളത് പാർട്ട് 18 എമർജൻസി പ്രൊവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടാണത്, പാർട്ട് 18. പിന്നെയുള്ളത് പാർട്ട് 20 അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പാർട്ട് മാത്രം ഓർത്താൽ പോരാ, ആർട്ടിക്കിളും ഓർക്കണം. ആർട്ടിക്കിൾ 368 പാർട്ട് 20 ഉൾപ്പെടുന്നത്, അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? ഇത്രയും പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം പറഞ്ഞ 5 നിർബന്ധമായിട്ട് പഠിക്കുക. ഈ 2 ഓർത്തില്ലെങ്കിലും ഈ ബാക്കിയുള്ള എല്ലാം ഓർത്തോ.
അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ തന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് വെച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഈ പാർട്ടിൻ്റെ പേര്, പ്രധാനപ്പെട്ട പാർട്സ് മൊത്തം പഠിക്കുന്നതാണ് നല്ലത്. ഒന്നുകൂടെ നോക്കാം. പാർട്ട് 6 പറയുന്നത് സ്റ്റേറ്റ്സ് ആണ്. പാർട്ട് 8 പറയുന്നത് യൂണിയൻ ടെറിട്ടറീസ് ആണ്. പാർട്ട് 9 പറയുന്നത് പഞ്ചായത്താണ്. പാർട്ട് 9A പറയുന്നത് മുനിസിപ്പാലിറ്റി ആണ്. പാർട്ട് 11 പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ 245 മുതലാണ്, എൻഡ് ചെയ്യുന്നത് 263-ലാണ്. പാർട്ട് 15 വരുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. പാർട്ട് 16 വരുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സർട്ടൻ ക്ലാസസ് ആണ്. പാർട്ട് 17 വരുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. പാർട്ട് 18 വരുന്നത് എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്. പാർട്ട് 20 വരുന്നത് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആദ്യത്തെ 5 പാർട്ടുകൾ ഒന്നുകൂടെ പറയുന്നു. ഫസ്റ്റത്തത് യൂണിയൻ, രണ്ടാമത്തത് സിറ്റിസൺഷിപ്പ്, മൂന്നാമത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, നാലാമത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നാലാമത്തത് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അഞ്ചാമത്തത് യൂണിയൻ. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് പാർട്ടിന്റെ കാറ്റഗറിയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രധാനപ്പെട്ട ആവശ്യമുള്ള 12 ഷെഡ്യൂളുകൾ. അതിൽ ചോദിക്കാത്ത ഷെഡ്യൂളാണ് 9 എന്ന് പറയുന്നത്. അതുകൊണ്ട് 9 ഞാനിവിടെ ഉൾപ്പെടുത്തിയില്ല. ബാക്കിയൊക്കെ ഷെഡ്യൂളും നമുക്ക് വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സോ ആ 12 ഷെഡ്യൂളുകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1-ലുള്ളത് പറയുന്നത് ഇന്ത്യക്ക് 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്, 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഉള്ളത്. നിലവിൽ ഇതിനു മുന്നേ 29 ഉണ്ടായിരുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ആ അബോളിഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ഒക്കെ വന്ന സമയത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ 28 സംസ്ഥാനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്, 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളെ പേരും വിവരങ്ങളും, അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ പേരും വിവരങ്ങളും ഇതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണത്. പിന്നെ വേണ്ടത് ഷെഡ്യൂൾ 2 വേണം. ഷെഡ്യൂൾ 2-ൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ സാലറി ഓഫ് പ്രസിഡന്റ്, ഗവർണർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ജഡ്ജിമാരുടെ സാലറി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാലറിയെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 2. നോക്കൂ, ഫസ്റ്റത്തെ ഷെഡ്യൂള് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നത് സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ? ഇനി വേണ്ടത് മൂന്നാമത്തെ ഷെഡ്യൂളാണ്. മൂന്നാമത്തെ ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഓത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓത്ത് എന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞ, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ആർക്കൊക്കെ സത്യവാചകം ചൊല്ലിക്കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സത്യവാചകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 3. ഓക്കെ, സത്യവാചകവുമായി ബന്ധപ്പെട്ടത്, ഓത്തുമായി ബന്ധപ്പെട്ടതാണ് ഷെഡ്യൂൾ 3. പിന്നെ വേണ്ടത് ഷെഡ്യൂൾ 4 ആണ്. ഷെഡ്യൂൾ 4-ലുള്ളത് അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ രാജ്യസഭ. രാജ്യസഭയിൽ ഞാൻ പറഞ്ഞു, വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന്, വ്യത്യസ്ത യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് പോകാറുണ്ട്, മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ മെമ്പർ ഓഫ് രാജ്യസഭയായിട്ട്. ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സീറ്റ് അലോട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് ഷെഡ്യൂൾ 4-ലുള്ളത്. നോക്കൂ, 4 എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ചെയറിൻ്റെ ചെയറിന് 4 ലെഗ്സ് ഉണ്ടാവും. ഒരു ചെയറിന് 4 ലെഗ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഓർമ്മിച്ചാൽ മതി. 4 ലെഗ്സ്, 4 എണ്ണം ചെയറാണ്. ചെയർ എന്ന് വെച്ചാൽ സീറ്റാണ് അല്ലേ. അപ്പോൾ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളതാണ് ഷെഡ്യൂൾ 4. ആ ഒരു രീതിയിൽ ഓർമ്മിച്ചാൽ ആ ഷെഡ്യൂൾ കിട്ടും. അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ രാജ്യസഭ. ഓക്കെ, പിന്നെ ഉള്ളത് ഷെഡ്യൂൾ 5 ആണ്. ഷെഡ്യൂൾ 5-ൽ പറയുന്നത് എന്താണ്? SC ST-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെഡ്യൂൾ 5-ലുള്ളത്. 5-നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ S എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾക്കിത് പഠിക്കാം, SC ST S. ഓക്കെ, അതാണ് ഷെഡ്യൂൾ 5. പിന്നെ ഉള്ളത് ഷെഡ്യൂൾ 6 ആണ്. ഷെഡ്യൂൾ 6-ഉം റീസെൻ്റ് ആയിട്ട് കുറേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷെഡ്യൂൾ 6 പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അതിലെ ട്രൈബൽ ഏരിയയിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ട്രൈബൽ ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് എന്നാണ് ചോദിക്കാറ്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് എന്നല്ല ചിലപ്പോൾ ചോദിക്കുക. 4 ഓപ്ഷൻ തരും. ഇതിൽ ഏത് സ്റ്റേറ്റ്സ് ആണ് ഈ ഷെഡ്യൂൾ 6-ൽ ഉൾപ്പെടാത്തത്?
എന്ന് ചോദിക്കാം. അതാണ് മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്സ് ആണ് ഈ ഷെഡ്യൂൾ 6-ൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ 4 സ്റ്റേറ്റ്സ് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഉൾപ്പെട്ടത് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഉൾപ്പെടാത്ത സ്റ്റേറ്റ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. നമുക്ക് 4 ഉൾപ്പെട്ട സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ 6-ലുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേതാണ് ആസാം, സെക്കൻഡ് മേഘാലയ, മൂന്നാമത്തത് ത്രിപുര, പിന്നെ ഈ മിസോറാം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഇത്രയും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഈ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ ട്രൈബൽ ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 6. ക്ലിയർ? ഇനി വേണ്ടത് ഷെഡ്യൂൾ 7 ആണ്. ഷെഡ്യൂൾ 7 പറയുന്നത് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് ആവാം, സ്റ്റേറ്റ് ലിസ്റ്റ് ആവാം, പിന്നുള്ളത് കൺകറന്റ് ലിസ്റ്റ് ആവാം, പിന്നെ റെസിജ്വാറി പവറുമായി ബന്ധപ്പെട്ടതാവാം. റെസിജ്വാറി ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റിന് ഉള്ള എക്സ്ട്രാ പവർ ആണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. ഡിഫൻസ് വരാം, ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റൽ സർവീസ്, ടെലിഗ്രാഫ്, നാഷണൽ ഹൈവേ, ഫോറിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോറിൻ അഫയേഴ്സ്, സിറ്റിസൺഷിപ്പ്, ബാങ്കിങ്, ഇൻഷുറൻസ്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. ഏതൊക്കെ? ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റ്, ടെലിഗ്രാഫ്, നാഷണൽ ഹൈവേ, ഫോറിൻ അഫയേഴ്സ്, സിറ്റിസൺഷിപ്പ്, ബാങ്കിങ്, ഇൻഷുറൻസ്. എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക. ഇനിയും ടോപ്പിക്കുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് യൂണിയൻ ലിസ്റ്റാണ്, സ്റ്റേറ്റിൻ്റെ കൺട്രോളിലുള്ളതല്ല എന്ന്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സ്പോർട്സ് ഏത് ലിസ്റ്റിലാണ് വരാറ് എന്ന് റീസെൻ്റ് ആയിട്ട് ചോദിച്ചതാണ് സ്പോർട്സ്. പിന്നെ വരുന്നത് പോലീസ്, അഗ്രികൾച്ചർ, ലൈവ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, സ്റ്റേറ്റ് ലിസ്റ്റ്. ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിജ്വറി ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള മേഖലകളാണ് യൂണിയൻ ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള മേഖലകൾ. കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തുല്യ അധികാരമുള്ള മേഖലകൾ. റെസിജ്വറി ലിസ്റ്റ് ഞാൻ പറഞ്ഞു, യൂണിയൻ ഗവൺമെന്റിനുള്ള എക്സ്ട്രാ പവർ. ഓക്കെ, അപ്പോൾ ആദ്യം യൂണിയൻ ലിസ്റ്റിലെ വന്ന ടോപ്പിക്കുകൾ പറഞ്ഞു, പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലെ പറഞ്ഞു. സ്റ്റേറ്റ് ലിസ്റ്റ് ഒന്നുകൂടെ പറയാം: സ്പോർട്സ്, പോലീസ്, അഗ്രികൾച്ചർ, ലൈവ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. പിന്നെ വരുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ്സ്. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ് പ്രൊട്ടക്ഷൻ. ഇത്രയാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിക്കുക: സ്പോർട്സ്, പോലീസ്, അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അതേപോലെ കൺകറന്റ് ലിസ്റ്റ് ഓർമ്മിക്കുക: എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിജ്വറി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊക്കെ ഉൾപ്പെട്ട ആർട്ടിക്കിളാണ്, ഇതൊക്കെ ഉൾപ്പെട്ട ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ 7 എന്ന് പറയുന്നത് 7നെ തിരിച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ലിസ്റ്റിൽ ആദ്യ ലെറ്ററിൽ L ആണ്. സോ അങ്ങനെ 7 എന്ന് പറയുന്നത് ലിസ്റ്റാണ് എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഷെഡ്യൂൾ 7 പറയുന്നത് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ഷെഡ്യൂൾ 8 ആണ്. ഷെഡ്യൂൾ 8 പറയുന്നത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒഫീഷ്യലായിട്ട് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ലാംഗ്വേജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഷെഡ്യൂൾ 8ൽ പറയുന്നത്. നോക്കുക, ലാംഗ്വേജ് എന്ന വാക്കിന് 8 ക്യാരക്ടറാണുള്ളത്. ആ 8 ക്യാരക്ടറാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 8, ഷെഡ്യൂൾ 8. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാം. ലാംഗ്വേജിന് 8 അക്ഷരമാണുള്ളത്, അതുകൊണ്ട് ഷെഡ്യൂൾ 8. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ടോട്ടൽ ഒഫീഷ്യലായിട്ട് ഷെഡ്യൂൾ 8ലുള്ള ലാംഗ്വേജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 22 ആണ്. 22 ലാംഗ്വേജസ് ആണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ
ഉള്ളത്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ പറയാനുള്ളത് ഷെഡ്യൂൾ 10 ഷെഡ്യൂൾ 10 പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 10. പിന്നെ വന്നത് ഷെഡ്യൂൾ 11 ആണ്. ഷെഡ്യൂൾ 11 വന്നിട്ടുള്ളത് 73ാമത് അമെൻമെന്റ് പ്രകാരമാണ്. അതിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് രാജ്, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട, പഞ്ചായത്ത് ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെഡ്യൂൾ 11 ഷെഡ്യൂൾ 11 73rd അമെൻമെന്റിലൂടെ വന്നതാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജ്. അതേപോലെ തന്നെ ഷെഡ്യൂൾ 12 പറയുന്നത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് വന്നിട്ടുള്ളത് 74ാമത് അമെൻമെന്റിലൂടെയാണ്. 73-ൽ പഞ്ചായത്ത് രാജ് വന്നു, 74ാമത് അമെൻമെന്റിലൂടെ മുനിസിപ്പാലിറ്റിയും വന്നു. സോ ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക. 74th അമെൻമെന്റിലൂടെയാണ് ഇത് വന്നത് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ. സോ ഇത്രയാണ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്കൊക്കെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ പറഞ്ഞത് ഷെഡ്യൂൾ 1 ആണ്. ഷെഡ്യൂൾ 1-ൽ യൂണിയൻ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. പിന്നെ ഷെഡ്യൂൾ 2 പറയുന്നത് സാലറി ഓഫ് പ്രസിഡന്റ്, സാലറി ഓഫ് ഗവർണർ, ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത് ഷെഡ്യൂൾ 2-ലാണ്. പിന്നെ പറഞ്ഞത് ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3-ൽ ഓത്തുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ പ്രമുഖ വ്യക്തികൾക്കും ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ആര്, ഇതൊക്കെയാണ് ഷെഡ്യൂൾ 3-ലുള്ളത്. പിന്നെ പറഞ്ഞത് ഷെഡ്യൂൾ 4 ആണ്. ഷെഡ്യൂൾ 4-ൽ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ രാജ്യസഭ, രാജ്യസഭയിലെ സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെഡ്യൂൾ 4-ലുള്ളത്. ഷെഡ്യൂൾ 5-ൽ വരുന്നത് SC ST ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഷെഡ്യൂൾ 5-ൽ വരുന്നത്. ഷെഡ്യൂൾ 6-ൽ വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് കൂടി നോക്കണം. 4 എണ്ണം ഉണ്ട്. ഒന്ന് ആസാം, മറ്റൊന്ന് മേഘാലയ, ത്രിപുര, മിസോറാം. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിലെ ഈ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ട്രൈബൽ ഏരിയയിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഷെഡ്യൂൾ 6 ആണ്. ഷെഡ്യൂൾ 7 പറയുന്നത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഓരോ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക് കൂടി നോക്കണം. യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റ്, ടെലിഗ്രാഫ്, നാഷണൽ ഹൈവേ, ഫോറിൻ അഫയേഴ്സ്, സിറ്റിസൺഷിപ്പ്, ബാങ്കിങ്, ഇൻഷുറൻസ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് സ്പോർട്സ്, പോലീസ്, അഗ്രികൾച്ചർ, ലൈവ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. കൺകറന്റ് ലിസ്റ്റിലുള്ളത് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ. റെസിഡ്യൂവറി ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് എക്സ്ട്രാ പവർ ആണ്. പിന്നെ പറഞ്ഞത് ഷെഡ്യൂൾ 8 ആണ്. ഷെഡ്യൂൾ 8-ലുള്ളത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമ്മുടെ ഷെഡ്യൂൾ 8-ൽ നിലവിലുള്ളത്. പിന്നെ പറഞ്ഞത് ഷെഡ്യൂൾ 10 ആണ്. ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ 10. പിന്നെയുള്ളത് ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടത്. 73ാമത് അമെൻമെന്റിലൂടെയാണ് ഷെഡ്യൂൾ 11 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നത്. ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത്. 74ാമത് അമെൻമെന്റിലൂടെയാണ് ഇത് വരുന്നത്. ഓക്കെ. ഇത്രയാണ് ഷെഡ്യൂൾസ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ് ഏതൊക്കെയാണ് ഇതൊക്കെ നോക്കാം. ഫസ്റ്റത്തത് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായിട്ട് അമെൻമെന്റ് നടക്കുന്ന വർഷമാണ് 1951. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നടക്കുന്നത് 1951 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വർഷമാണിത്. 1951 എന്ന് പറയുന്നത്. അന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് അത് ഒഴിവാക്കി. അപ്പോൾ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ ഉള്ളത്. ആ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടേം ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രാധാന്യമാകുന്നത് എപ്പോഴാണ് അത് നടന്നത്, ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എപ്പോഴാണ് നടന്നത്, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നടന്നത് 1951 എന്ന് ഓർത്തു വെക്കുക. പിന്നെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ് ആണ് 21st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. 21st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 21st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം സിന്ധി എന്ന് പറയുന്ന ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. സിന്ധി എന്ന് പറയുന്ന ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അഥവാ ഷെഡ്യൂൾ 8-ൽ പുതുതായി ഉൾപ്പെടുത്തി. ഇൻക്ലൂഡഡ് സിന്ധി ലാംഗ്വേജ് ഇൻ ഷെഡ്യൂൾ 8. അതാണ് 21st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. വർഷമൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഏത് ലാംഗ്വേജ് ആണ് ഉൾപ്പെടുത്തിയത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. 24ാമത് അമെൻമെന്റ് ആണ്
24ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പറയുന്നത് ഇറ്റ് അഫേംഡ് ദ പാർലമെന്റ്സ് പവർ ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 24ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം പാർലമെന്റിന് ഒരു പരമാധികാരം കിട്ടുകയാണ്. എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടും, എനി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗവും അമെൻഡ് ചെയ്യാനുള്ള പരമാധികാരം പാർലമെന്റിന് കിട്ടിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 24ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. 24ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പറയുന്നത് പാർലമെന്റിന് പരമാധികാരം ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗവും തിരുത്താം, അമെൻഡ് ചെയ്യാം എന്നുള്ളത്, ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ക്ലിയർ? പിന്നെ വന്ന ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വന്നത് 1976 ആണ്. ഇവിടെ വർഷവും ഇമ്പോർട്ടന്റ് ആണ്. 42 എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ്. 42 44. ഓക്കെ, 42ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വരുന്ന വർഷം 1976. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേര് തന്നെ ഉണ്ട്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന അമെൻമെന്റ് ഏത്? 42ാമത് അമെൻമെന്റ്. പിന്നെ പറഞ്ഞത് പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയ, ചരിത്രത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒറ്റത്തവണ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അത് 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ്. അന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രിയാമ്പിളിൽ 3 പുതിയ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തു. സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി. ഈ 3 വേർഡ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി. അങ്ങനെ പ്രിയാമ്പിളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അമെൻമെന്റ് വരുത്തിയ വർഷം എന്ന് പറയുന്നത് 1976 ആണ്. 42ാമത് അമെൻമെന്റിലൂടെയാണ്. പിന്നെ പറയാനുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സ്വരാൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നത് ഈ 42ാമത് അമെൻമെന്റിലൂടെ തന്നെയാണ്, 1976. ഓക്കെ, അപ്പൊ 42ാമത് അമെൻമെന്റ് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ, 1976 ഈ അമെൻമെന്റ് നടന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയ ചരിത്രത്തിലെ ഏക അമെൻമെന്റ്, 3 പുതിയ വേർഡുകൾ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി. പിന്നെ പറഞ്ഞത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ പാർട്ട് 4A കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. ക്ലിയർ? ഇനിയുള്ളത് 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ്. അതിന്റെയും വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1978. 4 4 കൂട്ടിയാൽ 8. അങ്ങനെ ഈ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ് എന്ന് ഓർത്ത് വെക്കുക. 4 2 കൂട്ടിയാൽ 6, യൂണിറ്റ് ഡിജിറ്റ് 6. ആ രീതിയിൽ ഓർമ്മിച്ചാൽ മതി. 44ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1978 പ്രാധാന്യം അർഹിക്കാനുള്ള കാരണം റൈറ്റ് ടു പ്രോപ്പർട്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല, ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ഒഴിവാക്കി. അതാണ് 44ാമത് അമെൻമെന്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് 19(1)(f)ഉം 31 ആർട്ടിക്കിൾ 19(1)(f)ഉം ആർട്ടിക്കിൾ 31 ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പൊ അത് 300A അങ്ങനെ എന്തോ ആണ്. അത് വലിയ പ്രാധാന്യമില്ല, ഇത് ഒഴിവാക്കിയെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അതായത് 44ാമത് അമെൻമെന്റിലൂടെ 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ പ്രധാനപ്പെട്ട അമെൻമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ 52ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. 1985 52ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരുന്നത്. ആന്റി ഡിഫെക്ഷൻ ലോവുമായി ബന്ധപ്പെട്ടതാണ്, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ 10 കൂറുമാറ്റ നിരോധന നിയമം ഉള്ളത്. അതായത് ഈ അമെൻമെന്റിലൂടെയാണ് ഷെഡ്യൂൾ 10 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, 52ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ഷെഡ്യൂൾ 10 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. 52ാമത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നടന്നത് എപ്പോഴാണ്? 1985. ക്ലിയർ? ഇനി വേണ്ടത് 61ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ്. 61ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നടന്നത് 1989. ഇത് പ്രകാരം വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചു. നിലവിൽ 18 വയസ്സുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് വന്നിട്ടുള്ളത് 1989 61ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ്. വോട്ടിംഗ് ഏജ് കുറച്ചു. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് അമെൻമെന്റ് എന്ന് പറയുന്നത് 69ാമത് അമെൻമെന്റ് ആണ്. 69ാമത് അമെൻമെന്റ് പ്രകാരമാണ് NCT സ്റ്റാറ്റസ് ടു ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി സ്റ്റാറ്റസ് ടു ഡൽഹി
നാഷണൽ ക്യാപിറ്റലായി മാറുന്നത് 69ാമത് അമെൻമെന്റിലൂടെയാണ്. ഈ അമെൻമെന്റ് നടന്ന വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, 1992. ഓക്കെ, അപ്പോൾ അങ്ങനെ 1992 69ാമത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ഡൽഹിക്ക് NCT സ്റ്റാറ്റസ് കൊടുത്തു, അല്ലെങ്കിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി സ്റ്റാറ്റസ് കൊടുത്തു. ഓക്കെ, ഇനി വേണ്ടത് 71ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. 71ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം 3 പുതിയ ലാംഗ്വേജുകൾ, ഏതൊക്കെ? മണിപ്പൂരി, കൊങ്കണി ആൻഡ് നേപ്പാളീസ്. ഈ 3 പുതിയ ലാംഗ്വേജുകൾ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, 71ാമത് അമെൻമെന്റ് പ്രകാരം മണിപ്പൂരി, കൊങ്കണി, നേപ്പാളീസ് എന്ന് പറയുന്ന 3 ലാംഗ്വേജുകൾ 8ാമത്തെ ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി 21ാമത്തെ ഷെഡ്യൂൾ പ്രകാരം സിന്ധി ലാംഗ്വേജ് ഉൾപ്പെടുത്തിയെങ്കിൽ 71ാമത്തത് ഒന്നാണ് കേട്ടോ ലാംഗ്വേജിൽ വരുന്നത്. 71ാമത്തത് പ്രകാരം എന്താണ്? മണിപ്പൂരി, കൊങ്കണി ആൻഡ് നേപ്പാളീസ് 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ് കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ കൂടി ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ബാക്കി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ വേണ്ട ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ് ആണ് 73ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. 73ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രഖ്യാപിക്കുന്നത് 1992 ഇത് പ്രകാരം പഞ്ചായത്തി രാജ് റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. പഞ്ചായത്തി രാജ് എന്ന കോൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. കോൺസ്റ്റിറ്റ്യൂഷന്റെ അംഗീകാരം കിട്ടിയത് 1992 73ാമത് അമെൻമെന്റ് പ്രകാരമാണ്. വേറൊരു പോയിന്റ് നോക്കേണ്ടത് ഷെഡ്യൂൾ 11 ഞാൻ പറഞ്ഞിട്ടുണ്ടായി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടത്. ഷെഡ്യൂൾ 11 73ാമത് അമെൻമെന്റിലൂടെയാണ് ഷെഡ്യൂൾ 11 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ 74ാമത് അമെൻമെന്റ് പ്രകാരം മുനിസിപ്പാലിറ്റി ഷെഡ്യൂൾ 12 വരുന്നു. 74ാമത് അമെൻമെന്റ് പ്രകാരം ഷെഡ്യൂൾ 12 പുതുതായി കൂട്ടിച്ചേർക്കുന്നു. അതിൽ ഉൾപ്പെടുത്തുന്നത് മുനിസിപ്പാലിറ്റി സംബന്ധമായ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വേണ്ടത് 86ാമത് അമെൻമെന്റ് ആണ്. 86ാമത് അമെൻമെന്റ് നടക്കുന്ന വർഷം 2002. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആണിത്. ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യമാണ്. 86ാമത് അമെൻമെന്റ് 2002 എന്താ ചെയ്തത്? ആഡഡ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തു. എന്തായിരുന്നു ആർട്ടിക്കിൾ 21A? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആയിരുന്നു. അത് പ്രകാരം റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 14 years, അതായത് 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഒരു ആർട്ടിക്കിളാണത്, ആർട്ടിക്കിൾ 21A. ഈ ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ 21A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് 86ാമത് അമെൻമെന്റ് പ്രകാരം 2002. ഓക്കെ, യെസ്, അങ്ങനെ 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നമ്മൾ കഴിഞ്ഞു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേണ്ടത് 92ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. 92ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഞാൻ പറഞ്ഞു. 21ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 71, പിന്നെ ഇവിടെ വരുന്നത് 92. ഇത് മൂന്നും ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്ത് വെക്കുക. 92ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ബോഡോ, ദോഗ്രി, മൈഥിലി ആൻഡ് സന്താലി, ബോഡോ, ദോഗ്രി, മൈഥിലി ആൻഡ് സന്താലി ഈ 4 ലാംഗ്വേജ് ഷെഡ്യൂൾ 8 ഉൾപ്പെടുത്തി. 8ാമത്തെ ഷെഡ്യൂളിൽ ഈ പുതിയതായിട്ട് ഈ 4 ലാംഗ്വേജ് കൂടി, ബോഡോ, ദോഗ്രി, മൈഥിലി ആൻഡ് സന്താലി, ഈ ലാംഗ്വേജ് ഏതൊക്കെയാണെന്നും കൂടി ഓർത്ത് വെക്കണം. ബോഡോ, ദോഗ്രി, മൈഥിലി ആൻഡ് സന്താലി ഈ 4 ലാംഗ്വേജും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഷെഡ്യൂൾ 8 ഉൾപ്പെടുത്തി. അപ്പോൾ അത് ഉൾപ്പെടുത്തിയത് കൂടി ടോട്ടൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് 22 ഇനി ശ്രദ്ധിക്കുക, ചോദിച്ചു കണ്ടുള്ളത് 4 ലാംഗ്വേജ് തരും ഓപ്ഷൻസിൽ. എന്നിട്ട് ഇതിൽ ഏത് ലാംഗ്വേജ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ 8 ഇല്ലാത്ത ലാംഗ്വേജ് എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ തരുമ്പോൾ നമുക്ക് ഒരു 3 ലാംഗ്വേജ്, ഉള്ള 3 ലാംഗ്വേജ് മനസ്സിലായാൽ മാത്രമേ 4ാമത്തത് ഇല്ലാത്ത ലാംഗ്വേജ് മനസ്സിലാവൂ. പക്ഷേ ഉള്ള 3 ലാംഗ്വേജ് സാധാരണ കണ്ടുവരുന്നത് ഈ അമെൻമെന്റിലൂടെ ചേർക്കപ്പെട്ട ലാംഗ്വേജുകളാണ് ആ 3 തരാറുള്ളത്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് സിന്ധി പഠിച്ചു നേരത്തെ, പിന്നെ 71ാമത് ആർട്ടിക്കിളിൽ പഠിച്ച 3 ലാംഗ്വേജ് പഠിച്ചു, പിന്നെ സിന്ധി പഠിച്ചു, പിന്നെ ഈ 92ാമത് അമെൻമെന്റിൽ പഠിച്ച
ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താലിയും പഠിച്ചു. ഇങ്ങനെ ഇത് ഇപ്പം തന്നെ നമുക്ക് എത്രയായി? കുറച്ച് ലാംഗ്വേജസിൻ്റെ ഭാഷ നമുക്ക് കുറച്ച് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇതൊക്കെയാണ് ഈ 3 ഓപ്ഷനായിട്ട് തരിക. ഓക്കെ, ഏതാണ് ഷെഡ്യൂൾ 8 ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ ബാക്കി 3 ഷെഡ്യൂൾ 8 ഉള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ അമെൻമെൻറ്റ് വഴി കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ 8 ഉൾപ്പെടുത്തിയ ലാംഗ്വേജുകളായിരിക്കും. ഒന്ന് ഷെഡ്യൂൾ 8 ഇല്ലാത്ത ലാംഗ്വേജ്. അപ്പോൾ ഈ അമെൻമെൻറ്റ് വഴി ഏതൊക്കെ ലാംഗ്വേജുകളാണ് വന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ ആ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേണ്ടത് 100ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. LBA വിത്ത് ബംഗ്ലാദേശ്, അതായത് ലാൻഡ് ബൗണ്ടറി അഗ്രിമെൻറ്റ് വിത്ത് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി സംബന്ധമായിട്ടുള്ള അമെൻമെൻ്റ് ആണ് 100ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. പിന്നെ 101ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. അത് GSTയുമായി ബന്ധപ്പെട്ടതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട അമെൻമെൻ്റ് ആണ് 101ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. പിന്നെ വേണ്ടത് 102ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അതാണ് NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. 338B എന്ന് വെച്ച് നമ്മൾ പഠിച്ചത് ഏതാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആണ്. അത് 102ാമത് അമെൻമെൻറ്റ് പ്രകാരമാണ് വന്നത്. പിന്നെ വന്നത് 103ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. അതുപ്രകാരം 10% റിസർവേഷൻ എന്തിന്? EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻ ജനറൽ കാറ്റഗറിയിലെ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷന് 10% റിസർവേഷൻ കൊടുക്കുന്ന അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് 103ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്. സോ ഇത്രയും അമെൻമെൻ്റ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അമെൻമെൻറ്റ് പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തത് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ്. ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ വർഷമാണ് ഇവിടെ പ്രാധാന്യം. ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നടന്ന വർഷം ഏതാണ്? അതാണ് ചോദിക്കാറ്. 1951 റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ് ഇത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് 21ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. ഇത് പ്രകാരം സിന്ധി ലാംഗ്വേജ് ഷെഡ്യൂൾ 8 ഉൾപ്പെടുത്തി എന്നാണ്. പിന്നെ വേണ്ടത് 24ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ് അഫേംഡ് ദ പാർലമെന്റ്സ് പവർ ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്തെയും അമെൻഡ് ചെയ്യാൻ പാർലമെന്റിന് ഒരു പരമാധികാരം കിട്ടുന്നതാണ് 24ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. പിന്നെ വേണ്ടത് 42ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ്. 42ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വരുന്ന വർഷം ഓർമ്മിക്കണം, 1976 ഈ അമെൻമെൻറ്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ അമെൻമെൻറ്റ് പ്രകാരം പ്രിയാമ്പിളിൽ മാറ്റം വരുത്തി. ചരിത്രത്തിൽ ആദ്യമായി പ്രിയാമ്പിളിൽ മാറ്റം വരുത്തുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല, ഒറ്റ തവണയെ പ്രിയാമ്പിൾ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അത് 42ാമത് അമെൻമെൻ്റ് ആണ്. 3 പുതിയ വാക്കുകൾ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി. മാത്രമല്ല 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം തന്നെയാണ് സ്വാരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ വേണ്ടത് 44ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. 1978 44ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുന്നത്. ഇത് പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ഇപ്പോൾ അത് വെറും ലീഗൽ റൈറ്റ് മാത്രമാണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഓക്കെ, 52ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തുന്നത് 1985 ആൻറ്റി ഡിഫെക്ഷൻ ലോ നടപ്പിലാക്കി. 10ാമത് ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് വെച്ചാൽ കൂറുമാറ്റ നിരോധന നിയമം 10ാമത്തെ ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. ഇന്നും കൂടി ഓർത്തു വെക്കുക. 61ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ് അടുത്തത്. 1989 ഈ 61ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നടപ്പിലാക്കുന്നത്. ഇത് പ്രകാരം വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായിട്ട് കുറച്ചു. പിന്നെ വേണ്ടത് 69ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ് 1992. ഇത് പ്രകാരം ഡൽഹിക്ക് NCT സ്റ്റാറ്റസ് കിട്ടി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി സ്റ്റാറ്റസ് ഡൽഹിക്ക് കിട്ടി. അടുത്തത് 71ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡഡ് മണിപ്പൂരി, കൊങ്കണി ആൻഡ് നേപ്പാളീസ് ലാംഗ്വേജസ് ഇൻ ദ 8th ഷെഡ്യൂൾ. 8ാമത്തെ ഷെഡ്യൂളിൽ മണിപ്പൂരി, കൊങ്കണി, നേപ്പാളീസ് ഈ 3 ലാംഗ്വേജുകൾ ഉൾപ്പെടുത്തി. അടുത്ത പറഞ്ഞത് 73ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ്. 1992 ഈ 73ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വരുന്നത്. പഞ്ചായത്ത് രാജ് റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നു.
ഷെഡ്യൂൾ 11 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നു. ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുള്ളത്. പിന്നെ വേണ്ടത് അടുത്ത തന്നെ 74ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ്. മുനിസിപ്പാലിറ്റി എന്ന കോൺസെപ്റ്റ്, അതായത് ഷെഡ്യൂൾ 12 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. പിന്നെ വേണ്ടത് 86ാമത് അമെൻമെന്റ് ആണ്. 86ാമത് അമെൻമെന്റ് 2002 നടപ്പിലാവുന്നത്. ആർട്ടിക്കിൾ 21A കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 21A പറയുന്നത് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഓഫ് ഏജ് ഓഫ് 6 to 14, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള റൈറ്റ് ആണ് 86ാമത് അമെൻമെന്റ് പറയുന്നത്. 92ാമത് അമെൻമെന്റ് ആണ് അടുത്തത്. It included Bodo, Dogri, Maithili and Santhali languages to Schedule 8 of the Constitution. അത് പ്രകാരം നിലവിൽ ഇതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നിലവിൽ 22 ലാംഗ്വേജസ് ആണ് ഷെഡ്യൂൾ 8-ലുള്ളത്. ഓക്കെ, ബോഡോ, ദോഗ്രി, മൈഥിലി ആൻഡ് സന്താലി. 92nd അമെൻമെന്റ്. പിന്നെ വേണ്ടത് 100th അമെൻമെന്റ് ആണ്. ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് വിത്ത് ബംഗ്ലാദേശ്, LBA വിത്ത് ബംഗ്ലാദേശ്. പിന്നെ വേണ്ടത് 101ാമത് അമെൻമെന്റ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ആണ് 101ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. 102ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ് NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നാഷണൽ ബാക്ക്വേർഡ് ക്ലാസസിന് OBCക്ക് ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് 102ാമത് അമെൻമെന്റ് പ്രകാരമാണ്. പിന്നെ വന്നത് 103ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ്. ഇത് പ്രകാരം 10% റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻ ജനറൽ കാറ്റഗറി. ജനറൽ കാറ്റഗറിയിലെ വീക്കർ സെക്ഷന്, എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുത്തത് 103ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന് പുറമേ ആയിട്ട് അമെൻമെന്റ് അങ്ങനെ ചോദിച്ചത് കണ്ടിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. അടുത്തത് പഠിക്കാനുള്ളത് ഓത്ത് ആൻഡ് റെസിഗ്നേഷൻ ആണ്. അതായത് ഓരോ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്കും ആരൊക്കെയാണ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഈ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്, രാജിക്കത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. നോക്കൂ, പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടാണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്കാണ്? വൈസ് പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റിനാണ് പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നതും റെസിഗ്നേഷൻ കൊടുക്കുന്നതും രണ്ടും പ്രസിഡന്റ് തന്നെയാണ്. പിന്നെ വേണ്ടത് ഗവർണറാണ്. ഗവർണർക്ക് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 28 സംസ്ഥാനങ്ങൾക്കും ഗവർണർ, പിന്നെ യൂണിയൻ ടെറിട്ടറീസിനും ഗവർണർ ഉണ്ടാവും. ഈ എല്ലാ ഗവർണറെയും ഒത്തു ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി പ്രസിഡന്റിന് അങ്ങനെ പോകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർ ഹൈക്കോർട്ടിൽ, അത് ഏത് സംസ്ഥാനത്തെയാണോ അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറീസിലാണോ ആ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. നോക്കൂ, പ്രസിഡന്റിന് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് കൊടുക്കുന്ന പോലെ ഗവർണർക്ക് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് കൊടുക്കുന്നു. പിന്നെ ഗവർണർ റെസിഗ്നേഷൻ കൊടുക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിനാണ്. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്ന ആർക്കാണ്? അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിന് ഓത്ത് ആരാ ചൊല്ലിക്കൊടുക്കുന്നത്? പ്രസിഡന്റ് ആണ് കേട്ടോ. പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് റെസിഗ്നേഷൻ കൊടുക്കുന്നതും പ്രസിഡന്റിനാണ്. പ്രൈം മിനിസ്റ്റർക്ക് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രൈം മിനിസ്റ്റർ റെസിഗ്നേഷൻ കൊടുക്കേണ്ടതും പ്രസിഡന്റിനാണ്. സ്പീക്കർ ഓഫ് ലോക്സഭ സ്പീക്കർക്ക് ഓത്ത് ഇല്ല എന്ന് തന്നെ പറയാം. സ്പീക്കർ ഓഫ് ലോക്സഭ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഓക്കെ, ഇത്രയും പ്രഥമ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഓത്ത് ചൊല്ലിക്കൊടുക്കേണ്ടത്, ആരൊക്കെയാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്, ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ പറയുന്നു, പ്രസിഡന്റിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ടാണ്. റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നതും റെസിഗ്നേഷൻ കൊടുക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വൈസ് പ്രസിഡന്റിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ്. ഗവർണർ ആണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് പ്രസിഡന്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഒന്നും കൂടി
റിപ്പീറ്റ് ചെയ്തോളാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒന്നാവാം നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും ആവാം. എന്താ പ്രൈം മിനിസ്റ്ററിന് ആരാണ് ഒത്ത് ചൊല്ലിക്കൊടുക്കുന്നത്? പ്രസിഡന്റ്. പറയാൻ പറ്റണം. സ്പീക്കർ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്? പ്രസിഡന്റിന് കൊടുക്കാൻ പാടില്ല. ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ ഇത്രയാണ് ഓത്തും റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് റിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു. ഇനി എന്താണ് റിട്ട്, ഏതൊക്കെയാണ് റിട്ട് എന്നൊക്കെ നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പുവരുത്താൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും പറയുന്ന കാര്യങ്ങളാണ് റിട്ട് എന്ന് പറയുന്നത്. നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് റിട്ട്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് റിട്ട്? 5 തരത്തിലുള്ള റിട്ടാണ് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 5 ടൈപ്സ് ഓഫ് റിട്ട്സ്. ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദൃശ്യം സിനിമയിലൊക്കെ ഹേബിയസ് കോർപ്പസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയെ അനധികൃതമായിട്ട് തടവിൽ വെച്ചിട്ടാകുമ്പോൾ ആ വ്യക്തിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അനധികൃതമായിട്ട് തടവിൽ വെച്ചിട്ടാകുമ്പം പ്രഖ്യാപിക്കുന്നത്, അതാണ് ഹേബിയസ് കോർപ്പസ്. പിന്നെ ആ 2 വേർഡും കൂടി മനസ്സിലാക്കുക. ഹേബിയസ് കോർപ്പസ് എന്ന വേർഡിൻ്റെ അർത്ഥമാണത് ടു ഹാവ് ദ ബോഡി അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് ദ ബോഡി. ടു ഹാവ് ദ ബോഡി അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് ദ ബോഡി. അതെന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ വേർഡ് നിങ്ങൾക്ക് ഓപ്ഷൻ സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ വേർഡാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നമുക്ക് ആ എന്താണ് ഈ റിട്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ വേർഡ് നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. പിന്നെ വേണ്ടത് മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന വേർഡിൻ്റെ അർത്ഥം വി കമാൻഡ് ആണ്. വി കമാൻഡ്. മാൻഡമസ് എന്ന വേർഡിൻ്റെ അർത്ഥം വി കമാൻഡ് ആണ്. വേർഡ് ഇതെന്താണ് പറയുന്നത്? ഈ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് എന്താണ്? ഒരു ഉദ്യോഗസ്ഥനെ പൊതുസ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ അനുശാസിക്കുന്ന റിട്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ജോലി നമ്മളെന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ എടുത്ത് സമീപിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ ആ ജോലി നമ്മളെ ചെയ്തു തരുന്നില്ല അല്ലെങ്കിൽ നിരസിച്ച് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. ആ രീതിയിലുള്ള റിട്ടാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേണ്ടത് വി കമാൻഡ് എന്ന വേർഡും കൂടി ഓർമ്മിച്ച് വെക്കുക. മാൻഡമസ് എന്ന് വെച്ചാൽ വി കമാൻഡ് ആണ്, കമാൻഡ് ചെയ്യുന്നു. കോ വാറണ്ടോ എന്ന് വെച്ചാൽ ബൈ വാട്ട് അതോറിറ്റി എന്നാണ്. ബൈ വാട്ട് അതോറിറ്റി എന്നാണ് ആ വേർഡ് മീനിങ്. കോ വാറണ്ടോന്റെ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണിത് കേട്ടോ. ഒരു വ്യക്തി അയാൾക്ക് അനുവദിക്കാത്ത എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്, അത് തടയാൻ വേണ്ടിയിട്ടുള്ള റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ ടു ഫോർബിഡ് എന്നാണ്. ടു ഫോർബിഡ്. പ്രൊഹിബിഷൻ വേർഡ് മീനിങ് ടു ഫോർബിഡ് എന്ന് വെച്ചാൽ കീഴ്കോടതി, കുറേ കോടതി ഉണ്ടല്ലോ. ഹൈക്കോർട്ട് ഉണ്ട്, സുപ്രീം കോടതി. അതിൻ്റെ താഴെ കുറേ കീഴ്ക്കോടതി ഉണ്ട്, ജില്ലാ കോടതി ഉണ്ട്, പിന്നെ അതിൻ്റെ താഴെ വേറെയും ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കോടതികൾ അധികാര പരിധി കടന്നു പോകുന്നുണ്ടെങ്കിൽ, അധികാര അതിർത്തി ലംഘിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, സുപ്രീം കോർട്ടും അല്ലെങ്കിൽ ഹൈക്കോർട്ടും ആ കോടതികൾക്ക് കൊടുക്കുന്ന റിട്ടാണെന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അധികാര പരിധി ലംഘിക്കുന്നുണ്ടെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണിത് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതികൾ അധികാര പരിധി ലംഘിക്കുന്നുണ്ടെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ട്, അതാണ് പ്രൊഹിബിഷൻ. ടു ഫോർബിഡ് എന്ന് പറയാം. ഓക്കെ. പിന്നെ സർട്ട്യോറാരിയാണ്. ആ വേർഡിന്റെ മീനിങ് എന്ന് വെച്ചാൽ ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്. സർട്ട്യോറാറി ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നാണ് വേർഡ് മീനിങ്. അത് പ്രകാരം ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഓക്കെ. അതായത് ഒരു കീഴ്ക്കോടതിയിൽ ഒരു കേസുണ്ട്, അത് മേൽക്കോടതിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് റിട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ റിട്ടിന് പറയുന്ന പേരാണ് സർട്ട്യോറാറി എന്ന് പറയുന്നത്. ഓക്കെ. വേർഡ് മീനിങ് നോട്ട് ചെയ്യുക. ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്. ഈ വേർഡ് മീനിങ് ആണ് കുറച്ചും കൂടി പ്രാധാന്യമുള്ളത്. എന്താണ് റിട്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ വേർഡ് മീനിങ്ങിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ഓക്കെ. ഈ 5 റിട്ടുകൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ, സർട്ട്യോറാരി. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി ബാക്കി പറയാനുള്ളത് ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞത്, കുറച്ച് മിസ്സായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തന്നെ, ഈ ഒരു സബ്ജക്റ്റ് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
മിസ്സായി പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വരുന്നത് 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വരുന്നത് 2013. പിന്നെ ഉള്ളത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 വിവരാവകാശ കമ്മീഷൻ 2005 നിലവിൽ വരുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ വരുന്നത്. ഓക്കെ, പിന്നെ വേണ്ടത് 5 ഇയർ പ്ലാൻ ആണ്. 5 ഇയർ പ്ലാൻ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്ന് ഓർക്കുക. മാത്രമല്ല ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ തുടങ്ങുന്നത് 1951. 1951 5 ഇയർ പ്ലാൻ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. 1951 മുതൽ 1956 വരെ. ഈ 5 ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിയോഗിപ്പിച്ചിട്ടുള്ള ഒരു ബോഡിയാണ് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇത് വരുന്നത് 1952 കൂടി ഓർമ്മിക്കുക. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952 രൂപീകരിക്കുന്നത്. 5 ഇയർ പ്ലാൻ എങ്ങനെ പോകുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിയോഗിച്ചത്. ആദ്യത്തെ 5 ഇയർ പ്ലാൻ 1951 മുതൽ 1956 വരെയായിരുന്നു. ഈ 5 ഇയർ പ്ലാനിന്റെ പേര് എന്ന് പറയുന്നത് ഹറോൾഡ് ഡൊമർ മോഡൽ എന്നാണ്. ഹറോൾഡ് ഡോമർ മോഡലാണ് ആദ്യത്തെ 5 ഇയർ പ്ലാനിന്റെ പേര്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഇതിന് മറ്റൊരു പേര് ഹറോൾഡ് ഡോമർ മോഡലാണ്. 1951 മുതൽ 1956 വരെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഓക്കെ, 5 ഇയർ പ്ലാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് ആ 5 വർഷത്തെ ഏത് മേഖലയാണ് ഡെവലപ്പ് ആക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാ സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്, ബോഡിയാണ് കേട്ടോ ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അപ്പം അവരാണ് ഈ 5 ഇയർ പ്ലാൻ എങ്ങനെ നടപ്പിലാകുന്നുണ്ട് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ ആണ് ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള 5 ഇയർ പ്ലാൻ. അതിൻ്റെ മറ്റൊരു പേരാണ് മഹലാനോബിസ് പ്ലാൻ എന്ന് പറയും. സെക്കൻഡ് 5 ഇയർ പ്ലാൻ മഹലാനോബിസ് പ്ലാൻ. ഈ രണ്ട് 5 ഇയർ പ്ലാനാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടത്, അതുകൊണ്ടാണ് ഇത്രമാത്രം ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 നടപ്പിലാക്കിയത്. ഹറോൾഡ് ഡോമർ മോഡൽ എന്ന് പറയും. അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന പേര് മഹലാനോബിസ് പ്ലാൻ എന്ന് പറയും. ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, 5 ഇയർ പ്ലാൻ കുറേ കാലം അങ്ങനെ നടപ്പിലാക്കി. അതിനുശേഷം ഇപ്പോഴത്തെ നിലവിലത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യ ടേമിൽ NDA ഗവൺമെന്റ് ആദ്യ ടേമിൽ വന്ന സമയത്ത് 5 ഇയർ പ്ലാൻ നിർത്തലാക്കിയിട്ട് നീതി ആയോഗ് നടപ്പിലാക്കി. നീതി ആയോഗിന്റെ ഫുൾ ഫോമും ചോദിച്ചു കേട്ടിട്ടുണ്ട്. നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നീതി ആയോഗ് നടപ്പിലാകുന്നത് നിലവിൽ വരുന്നത് 2015 ജനുവരി 1 മുതലാണ് കേട്ടോ. അതുവരെ 5 ഇയർ പ്ലാൻ ആയിരുന്നു. അതിനുശേഷം അത് മാറി 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. അത് ഓരോ വർഷത്തെയും കാര്യങ്ങൾ നോക്കുന്ന പരിപാടിയാണ്. നേരത്തെ 5 ഇയർ പ്ലാൻ 5 വർഷത്തെ പ്ലാൻ ആയിരുന്നു. ഇത് നീതി ആയോഗ് ഓരോ വർഷത്തെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ 5 ഇയർ പ്ലാൻ ഇല്ല, ഇപ്പോൾ നിലവിലുള്ള നീതി ആയോഗാണ്. ഡേറ്റും കൂടി ഓർമ്മിക്കുക, 2015 ജനുവരി 1. ഇത്രയും കാര്യങ്ങളാണ് റിട്ടുമായി ബന്ധപ്പെട്ടിട്ടും ബാക്കി മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. റിട്ട് 5 തരത്തിലുണ്ട്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, അതിൻ്റെ വേർഡ് മീനിങ് ടു ഹാവ് ദ ബോഡി ഓർ ടു പ്രൊഡ്യൂസ് ദ ബോഡി. മാൻഡമസ് എന്ന് വെച്ചാൽ ആ വേർഡിൻ്റെ മീനിങ് വി കമാൻഡ് എന്നാണ്. കോ വാറൻഡോ ബൈ വാട്ട് അതോറിറ്റി. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ ടു ഫോർബിഡ്. സർട്ടിഫയറി എന്ന് വെച്ചാൽ ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്. ഓക്കെ, ഹേബിയസ് കോർപ്പസ് അനധികൃതമായി തടവിൽ വെച്ചാൽ അത് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് മാൻഡമസ്. കോ വാറൻഡോ അനധികൃതമായിട്ട് ഒരു സ്ഥാപനത്തിൽ കയറുവാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് കോ വാറൻഡോ. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുകയാണെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ട്. സർട്ടിഫയറി കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടി, കേസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള റിട്ടാണ് സർട്ടിഫയറി. ഓക്കെ, പിന്നെ പറഞ്ഞത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നത് 2013 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം 2005 തന്നെയാണ്. 5 ഇയർ പ്ലാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് 1951
ഫസ്റ്റത്തെ 5 ഇയർ പ്ലാൻ പറഞ്ഞ പേരാണ് ഹറോൾഡ് ഡോമർ മോഡൽ. അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്ത 5 ഇയർ പ്ലാൻ ആണിത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ പറഞ്ഞ പേരാണ് മഹലാനോബിസ് പ്ലാൻ. ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്ത 5 ഇയർ പ്ലാൻ ആണിത്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952 രൂപീകൃതമാകുന്നത്. ഇവർ 5 ഇയർ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡിയാണ്. നിലവിൽ 5 ഇയർ പ്ലാൻ ഇല്ല. 2015 ജനുവരി 1 ആയതോടുകൂടി 5 ഇയർ പ്ലാൻ റീപ്ലേസ് ചെയ്തിട്ട് നീതി ആയോഗ് എന്ന പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടും വരുവാണ് ചെയ്തത്. നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് ചുരുങ്ങിയത് നിങ്ങൾ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ കൂടുതൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഈ പൊളിറ്റി എന്ന ഈ ഒരു സബ്ജക്റ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഇനി ജോഗ്രഫി എന്ന ചാപ്റ്ററാണ് നമുക്ക് എടുക്കാനുള്ളത്. അതുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് SSC മലയാളി.